അപ്പൂപ്പന്റെ അടുത്ത് അച്ഛൻ ഭയങ്കര കൃഷി ചർച്ച. ആ അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പൻ ഇന്ന് കൃഷി എന്താന്ന് മൊത്തം പഠിക്കും. അച്ഛനെ ഓടിച്ചില്ലെങ്കിൽ കൊള്ളാം. അച്ഛൻ വെറുതെ ഓരോന്ന് പറയത്തുള്ളൂന്നേ. തെങ്ങ് നടേണ്ട സമയം വരില്ലേ, ആ സമയത്ത് ആ പരിസരത്ത് പോലും അച്ഛൻ ഉണ്ടാവില്ല. പണ്ടാണെങ്കിൽ പിന്നെയും പോവും. ഇപ്പൊ സമയമില്ലാത്തോണ്ട് തീരെ പോവില്ല. അച്ഛൻ പോവാതിരുന്ന അപ്പൂപ്പന് അത്രയും തലവേദന അറിയുമല്ലോ. അച്ഛൻ പോയിരുന്നെങ്കിൽ ഞാൻ കൂടെ പോയേനെ. ആ ബെസ്റ്റ്, രണ്ടും അടിപൊളി ടീമാണ്. ആ കൃഷി ചർച്ചയൊക്കെ കഴിഞ്ഞ് എത്തിയാ? ഞാൻ കളഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഭയങ്കര ഈഗോ ആയിരുന്നു. ആര്? മാമന് ഭയങ്കര ഈഗോ. അച്ഛന് ഈഗോയാ? അല്ലാത്തത് ഞാൻ എന്ത് പറഞ്ഞാലും മാമ അത് തിരുത്തി പറയും. പുതിയ ഒരുപാട് കൃഷി രീതികളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. തെറ്റു പറഞ്ഞ ആരായാലും നിർത്തി പറയും. തെറ്റായി തെറ്റാരി പറഞ്ഞ് ഈ കൃഷിക്കാർക്ക് ഒരു ധാരണ ഉണ്ട്. അവർ പറഞ്ഞൊക്കെ ശരി, ബാക്കി എല്ലാവരും പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റ്. നിങ്ങൾ എന്ത് ശരി പറഞ്ഞെന്നാണ് പറയണത്? എടി ഞാൻ ഈ തെങ്ങ് നടന്ന രീതിയെ പറ്റി എത്ര ആഴം വേണം, എത്ര വിസ്താരം വേണം, വളം ഇടുന്നത് എങ്ങനെയാണ്, പരമ്പരാഗതമായിട്ട് തെങ്ങ് കൃഷിയുടെ വളം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അച്ഛനെങ്ങനെ പറയാൻ പറ്റുന്നു? ഞാൻ വലിയ കുടുംബത്തിലും കൃഷിയുള്ള കുടുംബത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ. അറിയാം, പേരും കേട്ട കൃഷി കുടുംബത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അറിയാത്തത് കല്യാണത്തിന് ശേഷം നിങ്ങളൊരു തെങ്ങ് പോയിട്ട് ഒരു കവുങ്ങ് പോലും നടണം ഞാൻ കണ്ടിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ തട്ടിട്ടുണ്ടടി. അച്ഛൻ നട്ടിട്ടുണ്ട്. റോഡ് സൈഡിൽ അമ്മനെ വായ നോക്കിയേ, കണ്ണു നട്ട് നിന്നിട്ടുണ്ട്. കണ്ണും നട്ട് നിന്നിട്ടുണ്ടാ? കൗണ്ടറോട് കുറച്ച് കൂടുതലാണ്, കുഴിപ്പള്ളത്തിൽ മേടിക്കുന്നത് കേട്ടോ, പറഞ്ഞു പിടിച്ച് ഞാൻ. ആ എന്താണ് മരുമോനെ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ ഒരു ചർച്ച? അല്ല, മാമി വന്നപ്പോഴേ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. നിനക്ക് സന്തോഷമൊന്നുമില്ലേ? പിന്നെ എനിക്ക് സന്തോഷമില്ലേ? എന്താമ്മ ഒരു നീട്ടിയൊരു മൂളല്? ബാലു പറഞ്ഞ സത്യം തന്നെയാ. ബാലുവിന് അച്ഛനമ്മയും വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. അത് കുഞ്ഞിലോട്ട് കാണണല്ലേ. സ്വന്തം അച്ഛനമ്മയും വരുമ്പോഴുള്ള സന്തോഷം അച്ഛനമ്മയും വരുമ്പോഴും ഉണ്ട്. എടി നീ പറയുന്നത് കേട്ടിട്ട് അവൻ അന്തം വിട്ട് നോക്കിയേക്കുവാ. അവൻ ചിന്തിക്കാത്ത കാര്യമാണ് നീ ഇപ്പൊ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒന്ന് വാ മാമി, എന്റെ മനസ്സ് അവക്കറിയാം. ആ എല്ലാവരുടെയും മനസ്സ് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്റെ മനസ്സ് മാത്രം ആർക്കും അറിയത്തില്ല. അമ്മൂമ്മ അങ്ങനെ മാത്രം പറയരുത്. അമ്മൂമ്മയുടെ മനസ്സ് നമുക്കറിയാം. അമ്മൂമ്മയുടെ മനസ്സ് എന്താണെന്ന് ഞാൻ പറയട്ടാ. നമ്മൾ എപ്പോഴും കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ അമ്മൂമ്മ പഴയതുപോലെ അല്ലല്ലോ ഇപ്പോ. അതെ, എനിക്ക് സ്കൂളിൽ വന്ന ഫുള്ള് ട്യൂഷൻ അമ്മുമ്മ. ഇവനാണെങ്കിലും പഠിക്കാനുള്ള കാര്യം, പിന്നെ ഇവൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് സേവാ കേന്ദ്രത്തിലെ കാര്യം. പിന്നെ ലച്ചുവിനാണെങ്കിൽ ഇവിടെ ചെറിയ ഇടക്കള പണി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുള്ളത് അവരെ ശല്യപ്പെടുത്താൻ വേണ്ടി അവിടെ പോകും. അങ്ങനെ അവർക്ക് തിരക്ക്. പിന്നെ ഈ മാനേജർക്കാണെങ്കിൽ നിന്ന് ഇതിനെ സമയമില്ല, തിരക്കൂട് തിരക്ക്. നിനക്കോടാ ബാല? എനിക്കാ എന്നാ മാമി, ഞാൻ പറഞ്ഞാൽ ഞാൻ എന്നെപ്പറ്റി തന്നെ പൊക്കി പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാമി വിശ്വസിക്കത്തുമില്ല. അതുകൊണ്ട് മോനെ കേശൂട്ടാ പറ. ഞാൻ പറയാം. കേശൂട്ടാൻ പറയും. ഞാൻ പറയും. അമ്മുമ്മ, അച്ഛന് തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്, പക്ഷെ ഫുൾ ടൈം ഫ്രീ ആണ്. അല്ല, ഞാൻ അവൻ്റെ അടുത്തല്ലേ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഫുൾ ടൈം ഇവിടെ തന്നെയുണ്ട്, ഒരു തിരക്കുമില്ല. എന്നാ തിരക്കുണ്ട് താനും. എടാ പൊട്ടാ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നടാ. മാമി എനിക്ക് ഒരുപാട് പണിക്കാരെ നിയന്ത്രിക്കാറുണ്ട്. ആ പണിയൊക്കെ അച്ഛൻ്റെ ആവാസങ്ങളിൽ ഏൽപ്പിക്കും. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് സൈറ്റിലെ കണക്ക് നോക്കലാണ് ഹോബി. അതിനവൻ എന്തോ കണക്ക് നോക്കാൻ അറിയാം. അവിടെ നീലു ഇവൻ കണക്കിന് പണ്ടേ പുറകോട്ടില്ലയോ? അല്ല അമ്മൂമ്മ, അച്ഛൻ ഇപ്പൊ നല്ല സൂപ്പറായിട്ട് കണക്ക് വെക്കും. എവിടെ നിന്ന് കണക്ക് നോക്കൂന്ന്? കണക്ക് നോക്കി എഴുതിയാലും അതും തെറ്റിക്കും. എന്നിട്ട് ഇവിടെ കിടന്ന് വെള്ളം വെക്കും. അതിന് കാരണമുണ്ട് അമ്മൂമ്മ. അച്ഛൻ ഇപ്പൊ നോക്കുന്നില്ല വലിയ കമ്പനിയുടെ കണക്കുകളല്ലേ, അപ്പൊ ആർക്കെല്ലാം തെറ്റും. ഞാൻ ആലോചിക്കുന്നതല്ലേ, ഏത് പൊട്ടന ഇത്രയും വലിയ കമ്പനിയുടെ കണക്ക് ഇവനെ ഏൽപ്പിച്ചെന്നാ? ഞാനിത് എപ്പോഴും ഈ പിള്ളേരോട് പറയാറുണ്ട് അല്ലേ ലച്ചു? പിന്നെ അല്ലാണ്ട് ഡാ, കാശിന്റെ കാര്യമാണ്. നിന്റെ കുഞ്ഞുകളെ ഈ കമ്പനിയുടെ കാര്യത്തിൽ കാണിച്ചാലുണ്ടല്ലോ, അവസാനം കുടുംബം എഴുതി വെച്ച് നീ ബാധ്യത തീർക്കേണ്ടി വരും. ഡി മക്കളെ, അച്ഛനെ കുടിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം എടുത്തോണ്ട് വാ. ഓ, എന്താ പരിപാടി? എന്തോന്ന് പരിപാടി? വൈകിട്ട് നമുക്ക് തിരിച്ചു പോണ്ടേ? നിങ്ങൾ ഇന്ന് തന്നെ പോവാണോ അമ്മൂമ്മ അപ്പൂപ്പനും കൂടി? പിന്നെ പോവാതെ. തിരക്ക് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കും തിരക്കൊക്കെ ഉണ്ട്. പറമ്പിലെ ഒരുപാട് ജോലിയൊക്കെ കിടപ്പുണ്ട്. എന്നാലും അപ്പൂപ്പ ഇന്ന് തന്നെ പോണ കഷ്ടം തന്നെ കേട്ടാ. അച്ഛ പറയണ കേട്ടാ, അമ്മൂമ്മ അപ്പൂപ്പനും കൂടി തിരിച്ചു പോകണം ഇന്ന് തന്നെ. എടാ, അവിടെ ഇഷ്ടപ്പെട്ട ജോലിയാണേ, പോണേ പോട്ടേ. അല്ല മാമി? ആ അത് ശരിയാ. എന്തായാലും ഇന്ന് പോകുന്നില്ല. അമ്മൂമ്മയല്ലേ പറഞ്ഞ ഇപ്പൊ ഇന്ന് പോണെന്ന്? എടാ, അത് കാര്യമാക്കണ്ടടാ. മാമി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറഞ്ഞോണ്ടിരിക്കും. അച്ഛാ ചൂടുവെള്ളം. നീലു, മാമന് മാമി ഇന്ന് പോകണില്ല, നാളെ പോണോളൂ. മറ്റന്നാളെ പോകുന്നുള്ളൂ. നാളെ പോണെന്നല്ല അമ്മൂമ്മ ഇത്തിരി മുമ്പ് പറഞ്ഞേ. എടാ, അതിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കൂടെ. എടാ, നിനക്ക് എന്തുവാടാ? ഞങ്ങളെ പറഞ്ഞുകൂടെ നിനക്ക് അത്രയ്ക്ക് ധൃതിയാണോ? അയ്യോ, മാമി പറഞ്ഞാൽ നീലു കേട്ടാണ്. എന്തായാലും അമ്മ ഒരു 5-6 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി. അതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് ഉടനെ പോണം. നിനക്ക് എന്തോ നാടി കുഴപ്പം? എന്റെ പൊന്നമ്മ, ഈ മാമി ചാലിൽ മാറ്റി മാറ്റി കളിക്കാണ്, ഒരു സ്ഥിരതയില്ല. എടാ, നിനക്ക് എന്തോത്തിന്റെ അസുഖാടാ? ആ മോളെ, ഓ, നാളെ വൈകുന്നേരം പോയേ പറ്റൂ. മറ്റന്നാൾ രാവിലെ കൃഷി ഓഫീസിൽ ഒന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ മാമൻ പോ, മാമി ഇവിടെ കിട്ട്. ഞാനും ഇവിടെ നിൽക്കത്തില്ല, ഞാനും പോവും. പിന്നെ പോ, അല്ല പിന്നെ എന്ത് പറയാ.
അങ്ങനെ പെട്ടെന്നൊന്നും പോകുമല്ല. മാമി പിന്നെയും ചാനൽ മാറ്റി. എടാ നിനക്ക് എന്തോത്തിന്റെ അസുഖാടാ? നിനക്ക് എന്തിന്റെ അസുഖമാടി? അല്ല ഇവൻ എന്നെ ആയിട്ട് ഇങ്ങനെ കുഴപ്പിക്കുന്ന നിങ്ങൾ കാണുന്നില്ലയോ? അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അമ്മ അതെ പാഴൂർ അമ്പലത്തിലെ ഉത്സവം എങ്ങനെയുണ്ടായിരുന്നു? അമ്മ പോയായിരുന്നു ഉത്സവത്തിന്? അമ്മ പോയത് തന്നെ. ഈ വയ്യാത്ത കാലം വെച്ചിട്ട് മാമി ഇവിടെ പോയല്ലേ മാമി? ഞാൻ 7 ദിവസം പോവുകയും ചെയ്ത് അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ആ ഭക്ഷണം കണ്ട അവിടെ അല്ലേ? ഇത് കേശുവിന്റെ അമ്മൂമ്മ തന്നെ. ഓ നീ കഴിക്കാത്ത ഒരാളാണല്ലോ. എടാ ഇവള് വയ്യ എന്ന് പറയുകയും ചെയ്യും, പോകേണ്ട അടുത്ത് പോവുകയും ചെയ്യും. ഈ അടുത്തേ ഹരിപ്പാട് കല്യാണത്തിന് പോയി. എവിടെ? ഹരിപ്പാട്ട്. ഇവിടെ കാല് വയ്യ എന്ന് പറഞ്ഞിരുന്നു. കല്യാണ ദിവസം ആയതുകൊണ്ടോ ഇത് എടുത്ത് ആടി പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടെ പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോകാഞ്ഞോണ്ടല്ലേ ഞാൻ പോയത്. ഇപ്പൊ അങ്ങനെയാ? അല്ല അമ്മ ഹരിപ്പാട് കല്യാണത്തിന് പോയാൽ എന്നോട് എന്താ പറയാഞ്ഞേ? നീ ഇവിടെ നടക്കുന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞോണ്ടാന്ന് ചെയ്യുന്നേ. അമ്മ അങ്ങനെ പറയരുത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ വിളിക്കലുണ്ട്. അമ്മ എപ്പോഴെങ്കിലും എന്നെ വിളിക്കാറുണ്ടോ? ഉണ്ടോ? ഹരിപ്പാട് പോയിക്കുന്നു. മാമിക്ക് ചെന്നൈയില മോനെ മരുമോളൊക്കെ വിളിക്കാൻ അറിയാം. നമ്മളെ വിളിക്കാനാണ് ഭയങ്കര പ്രയാസം. ഹരിപ്പാട് പോയിക്കുന്നു. നിനക്ക് എങ്ങനെ അറിയാവടാ ഞാൻ ചെന്നൈയിലേക്ക് വിളിക്കുന്നുണ്ടെന്ന്? അതൊക്കെ എനിക്കറിയാം. അമ്മൂമ്മ ദിവസം എൻ്റെ കുഴിപ്പളത്ത് വരുമോ? അയ്യോ എന്താടാ നിനക്കൊരു പുച്ഛം? അയ്യോ ഭയങ്കര ദൂരമാണ്. എനിക്ക് ചെന്നൈയിലൊക്കെ പോകാമെങ്കിലേ കുഴിപ്പുളത്തും പോകാൻ അറിയാം. ഓ അപ്പൊ അമ്മൂമ്മ ചെന്നൈയിലേക്ക് പോയി കറങ്ങി അടിച്ചല്ലേ, ഇങ്ങോട്ട് വരാനേ ബുദ്ധിമുട്ട്. ആ പറഞ്ഞ കറക്റ്റാ. അമ്മൂമ്മക്ക് നമ്മളെ കുറ്റം പറയാൻ 100 നാവാ, വേറെ ആരും കുറ്റം പറയൂല. ആര് പറഞ്ഞു വേറെ ആരെയും കുറ്റം പറയരുതെന്ന്? തരം കിട്ടിയാ അവളെ എന്നെയും കുറ്റം പറയും. നിങ്ങളാണ് ഞാൻ വല്ലതും പറഞ്ഞായിരുന്നു? അയ്യോ ഒന്നുമില്ലേ. അമ്മൂമ്മ വരില്ല എൻ്റെ കൂടെ? ഉണ്ടായില്ലേ ചേച്ചി? ഇനി അവിടെ ചെന്നിട്ട് വല്ലവരൊക്കെ ഇവിടെ ഒന്ന് കയറിയല്ലേ ഉള്ളൂ ഇപ്പം. എടി ഇവൻ കുഴിപ്പുളത്തൊക്കെ വരുവോ? പിന്നെ ഞാനും അച്ഛനെല്ലാം ഒരുമിച്ച് പോവാറ്. നിങ്ങളെല്ലായിടത്തും പോവും, പടവലത്ത് വരാൻ മാത്രം നിങ്ങൾക്ക് സമയമില്ല. അതിന്റെ കാരണമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ ഞങ്ങളും ഇങ്ങോട്ട് വരാത്തത്. മോളെ നീ വാ. അല്ല മാമി എന്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് പോണത്? എന്തൊരു സംസാരമാണത്? നീ ഒന്നും കാര്യമാക്കട്ടാ, അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇതിൽ ഒന്ന് ചെല്ല്, ഞാൻ വരാം. എങ്ങനെ സഹിക്കുന്നത്? എന്റെ പൊന്നോ.